ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ദുർഗ അയച്ചു കൊടുത്ത വീഡിയോയിലൂടെ കരുണ കമലേശ്വരത്ത് ഒരു വേലക്കാരിയെ പോലെ ജോലി ചെയ്യുന്നത് കണ്ട് ചങ്ക് പൊട്ടി കരയുന്നുണ്ട് പ്രതാപനും മുത്തശ്ശിയും. തുടർന്ന് ഈ ഒരു ബന്ധം കൊണ്ടുവന്നത് നീയല്ലേ, അതും പോരാഞ്ഞ ആ വിശ്വനാഥിനെ നീ ലോറി ഇടിപ്പിച്ചു കൊന്നു, അതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞിനെ ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപിൻ്റെ കരണ അടിച്ച് പൊട്ടിക്കുന്നുണ്ട് മുത്തശ്ശി. ഇതേസമയം അവിടേക്ക് വരുന്ന മോഹിനിയോട് ഇത് കണ്ട് നിൻ്റെ കണ്ണ് നിറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോ മോഹിനിയെ കാണിച്ചു കൊടുക്കുന്നു. നിൻ്റെ മൂത്ത മോളെ എൻ്റെ കുഞ്ഞിനോട് പ്രതികാരം തീർക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി കലിതുള്ളുമ്പോൾ സ്വന്തം വീട്ടിലെ ജോലികൾ ചെയ്യുന്നതിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. എന്നാലും കരണമോൾക്ക് ഇതുകൊണ്ട് നല്ലതേ വരൂ. പിന്നെ കരണമോൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അമ്മയുടെ മോൻ തന്നെയാണ് അതിന് ഉത്തരവാദി. സ്വന്തം അച്ഛനും മുത്തശ്ശിയുമായിരുന്നില്ല കരുണയ്ക്കെല്ലാം. ഞാൻ പറയുന്നതിനൊന്നും അവൾ പുല്ലുവില പോലും തരാറില്ല. അങ്ങനെയുള്ളപ്പോൾ അച്ഛന് വേണ്ടിയിട്ട് അവൾ ഈ പണികളൊക്കെ ചെയ്യട്ടെ. ഇത് കണ്ണൻ അവൾക്ക് കൊടുക്കുന്ന ഏറ്റവും ചെറിയ ശിക്ഷയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ജയിലിൽ കിടന്ന് അഴിയണീനെ എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി ചുട്ട മറുപടി തന്നെ അവർക്ക് കൊടുക്കുന്നു. തുടർന്ന് ഞാൻ തന്നെയല്ലേ അമ്മ എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം നടത്തി കൊടുത്തത്, അതിന് ഞാൻ തന്നെ ഒരു പരിഹാരം കാണുമെന്ന് എന്തോ തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ളതെന്ന പോലെ പ്രതാപൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഓഫീസിൽ കണ്ണൻ്റെ ക്യാബിനിൽ എത്തുകയാണ് മഹി. തുടർന്ന് കണ്ണേട്ടനിൽ നിന്നും ഇങ്ങനെ ഒരു തരിച്ചിടി കിട്ടുമെന്ന് എൻ്റെ രണ്ടാനച്ഛനോ മുത്തശ്ശിയോ ഒരിക്കലും കരുതി കാണില്ല. ശരിക്കും ജയിലിലുള്ള പൂട്ടിനേക്കാൾ വലിയൊരു പൂട്ടിട്ടാണ് കണ്ണേട്ടൻ അവരെ ലോക്ക് ചെയ്തിരിക്കുന്നത് എന്നെല്ലാം മഹി പറയുമ്പോൾ, എന്നാലും അയാളെ ജയിലിൽ കയറ്റാത്തതിൻ്റെ നിരാശ എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ താൻ പറഞ്ഞതുകൊണ്ടും മാത്രമാണ് കരുണയ്ക്ക് ഇങ്ങനെയൊരു ശിക്ഷ കൊടുത്ത് അവളെ ഒരു പാഠം പഠിപ്പിക്കാമെന്ന് കരുതിയതെന്ന് പറയുന്നുണ്ട് കണ്ണൻ. അതൊക്കെ പോട്ടെ, തൻ്റെ അമ്മയുടെ പിറന്നാളല്ലേ വരാൻ പോകുന്നത്, അത് നമുക്ക് ആഘോഷിക്കണ്ടേ. കഴിഞ്ഞ പിറന്നാളിനാണ് തനിക്ക് പായസത്തിൽ വിഷം ചേർത്ത് തന്ന് അവർ തന്നെ കൊല്ലാൻ നോക്കിയത്. എന്നിട്ട് എന്താ ഉണ്ടായത്? അവരുടെ ആ ചതിയിൽ കരുണയ്ക്ക് തന്നെ അവളുടെ കുഞ്ഞിനെ നഷ്ടമായി. ഇല്ലെങ്കിൽ തനിക്കും മഞ്ജുവിനൊക്കെ മുൻപ് അമ്മ ആകേണ്ടവളാണ് കരുണ എന്ന് പറയുന്നുണ്ട് കണ്ണൻ. പിന്നീട് കണ്ണനും മഹിയും മോഹിനിക്കുള്ള പിറന്നാൾ സമ്മാനമൊക്കെ ആയിട്ട് തറവാട്ടിലെത്തുന്നു. അവരെ കാണുമ്പോൾ തന്നെ വലിയ സന്തോഷമാവുന്നുണ്ട് മോഹിനിക്ക്. എന്താ മോളെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എന്ന് മോഹിനി ചോദിക്കുമ്പോൾ, അമ്മയുടെ പിറന്നാൾ അല്ലേ വരാൻ പോകുന്നത്, അമ്മയ്ക്കുള്ള പിറന്നാൾ സമ്മാനവുമായിട്ട് വന്നതാണ് ഞാനും കണ്ണേട്ടനും എന്ന് പറഞ്ഞുകൊണ്ട് മഹി സമ്മാനങ്ങളെല്ലാം മോഹിനിയെ ഏൽപ്പിക്കുന്നു. ഇതൊന്നും വേണ്ടായിരുന്നു എന്നും മോളെ കഴിഞ്ഞ പിറന്നാളിനല്ലേ മോള് വാങ്ങി തന്നതെല്ലാം അതേപടി അലമാരയിൽ ഇരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ മോഹിനി. ഇതേസമയം പ്രതാപനാണെങ്കിൽ കരുണയെ കണ്ട് സംസാരിക്കുകയാണ്. ദുർഗ അയച്ചു തന്ന വീഡിയോയിലൂടെ മോള് കമലേശ്വരത്ത് അനുഭവിക്കുന്ന കഷ്ടപ്പാട് എന്താണെന്നറിഞ്ഞ് ഞാനും മോളുടെ മുത്തശ്ശിയൊക്കെ ആകെ തകർന്നിരിക്കുകയാണെന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ, അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. എന്നെ ഈ അവസ്ഥയിൽ നിന്നും രക്ഷിക്കാൻ അച്ഛനോ മുത്തശ്ശിക്കോ പറ്റുമോ? ഇല്ലല്ലോ. അല്ലാതെ ഡയലോഗ് കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കരുണ പൊട്ടിത്തെറിക്കുന്നു. നിങ്ങളെല്ലാവരും ചേർന്ന് കമലേശ്വരത്തെ മഹാറാണിയാകാമെന്ന് പറഞ്ഞല്ലേ എന്നെ അവിടേക്ക് കല്യാണം കഴിപ്പിച്ച് വിട്ടത്. എന്നിട്ടിപ്പോൾ കമലേശ്വരത്തെ വേലക്കാരിയാകാനാണ് എൻ്റെ വിധി എന്ന് പറഞ്ഞുകൊണ്ട് കരുണ നിരാശപ്പെടുമ്പോൾ മോളിങ്ങനെ ചങ്കിൽ കുത്തുന്ന വാക്കുകൾ പറയാതെ എന്ന് പറയുന്നുണ്ട് പ്രതാപൻ. മോള് വിഷമിക്കാതെ, ചില തീരുമാനങ്ങൾ മനസ്സിലെടുത്തിട്ടാണ് ഞാൻ മോളെ കാണണമെന്ന് പറഞ്ഞത്. മോഹിനിയുടെ പിറന്നാൾ തറവാട്ടിൽ വെച്ച് ആഘോഷിക്കാൻ പോവുകയാണ് കണ്ണനും മഹാലക്ഷ്മിയും. അന്ന് അവൻ്റെ മുന്നിലിട്ട് തന്നെ ഞാൻ അവന് കൈപിടിച്ചു കൊടുത്തവളെ അവനിൽ നിന്നും വേർപെടുത്തും. അതിന് വേണ്ടത് എന്താണെന്ന് എനിക്ക് അറിയാമെന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ, ഇതെല്ലാം കേട്ട് സന്തോഷിക്കുന്ന ഒരു കരുണ ഉണ്ടായിരുന്നു എന്നും ഇനി എന്നെ അതിന് കിട്ടില്ല. അച്ഛൻ തീരുമാനിച്ചിരിക്കുന്ന കാര്യം ആദ്യം ചെയ്തു കാണിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പ്രതാപന് നേരെ ചൂടാവാണ് കേട്ടോ കരുണ ചെയ്യുന്നത്. പിന്നീട് പ്രതാപനാണെങ്കിൽ തൻ്റെ മനസ്സിലെ പദ്ധതി എന്താണെന്ന് വാമനോട് പറയുന്നുണ്ട്. ഞാനത് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു വാമേട്ടാ. ഇല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണീര് കണ്ട് സഹിക്കാൻ കഴിയാതെ എനിക്കും അവളുടെ മുത്തശ്ശിക്കും എന്തെങ്കിലും സംഭവിക്കും. അന്ന് പണത്തിൻ്റെ ആവശ്യം കൊണ്ടാണ് ഞാൻ വിശ്വനാഥൻ്റെ വാമേട്ടൻ്റെ കൊട്ടേഷൻ ഏറ്റെടുത്തത്. ഇതിപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണ് അവളെ ഈ ലോകത്ത് നിന്ന് തന്നെ പറഞ്ഞു വിടാൻ പോകുന്നതെന്ന് പ്രതാപൻ പറയുന്നുണ്ട്. മോഹിനിയുടെ പിറന്നാൾ ദിവസം തന്നെ ഞാൻ ലക്ഷ്മിയുടെ ജീവൻ എടുക്കും. ഒരു മാവും കണ്ടുവച്ചോ, ലക്ഷ്മിയെ ഉടനെ അടക്കം ചെയ്യാമെന്ന് പ്രതാപൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ട് വാമന് ശരിക്കും സന്തോഷമാവുന്നുണ്ട്. കാരണം ഒരു കണക്കിന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്. പ്രതാപന് മഹാലക്ഷ്മിയെ തീർത്തു കഴിഞ്ഞാൽ കണ്ണനെയും പിന്നെ എങ്ങനെയെങ്കിലും തീർക്കാം. അതോടെ ഞാനാണ് കണ്ണൻ്റെ അച്ഛനെ കൊല്ലാനായിട്ട് പ്രതാപന് കൊട്ടേഷൻ കൊടുത്തത് എന്നുള്ള കാര്യം കണ്ണൻ ഒരിക്കലും അറിയാൻ പോകുന്നില്ല എന്നെല്ലാം മനസ്സിൽ പറഞ്ഞ് സന്തോഷിക്കുകയാണ് വാമൻ ചെയ്യുന്നത്. പിന്നീട് മുത്തശ്ശിയാണെങ്കിൽ കരുണയ്ക്ക് വേണ്ടിയിട്ട് കണ്ണനോട് സംസാരിക്കുന്നു. കരുണമോളെ ഇങ്ങനെ അവിടെയിട്ട് കഷ്ടപ്പെട്ട് തരുതെന്നും ചെയ്ത് ശീലമില്ലാത്ത ജോലികളാണ് ഇപ്പോൾ എൻ്റെ കുഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നെല്ലാം കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ, ശരി, അവളെ കൊണ്ട് ഒരു പണി എടുപ്പിക്കുന്നില്ല, പക്ഷേ അതിന് പകരം നിങ്ങളുടെ മകൻ ജയിലിലാകും, എന്താ അതോ ഏണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേട്ട് വല്ലാതാവുന്നുണ്ട് മുത്തശ്ശി.
ഒടുവിൽ കരുണയ്ക്ക് വേണ്ടിയിട്ട് കണ്ണൻ്റെ കാല് പിടിക്കാൻ തന്നെ മുത്തശ്ശി തയ്യാറാവുന്നുണ്ട്. അങ്ങനെ പ്രതാപനാണെങ്കിൽ മോഹിനിയുടെ പിറന്നാൾ ദിവസം മഹിയെ കരുണയ്ക്ക് വേണ്ടിയിട്ട് തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നു. കയ്യിൽ കരുതിയിരിക്കുന്ന കത്തി ഉപയോഗിച്ച് മഹിയെ കുത്തിക്കൊല്ലാൻ തന്നെയാണ് പ്രതാപൻ ലക്ഷ്യമിടുന്നത്. കണ്ണൻ നടന്നു തുടങ്ങി എന്ന് സംശയം ഉള്ളതല്ലാതെ അതിന് തക്കതായിട്ടുള്ള തെളിവുകളൊന്നും ഇതുവരെ പ്രതാപന് കിട്ടിയിട്ടില്ല. അങ്ങനെ മഹിയെ കൊല്ലാനുള്ള ഒരു ശ്രമം കണ്ണൻ തന്നെ തടയുന്നുണ്ട്. അതോടുകൂടി കണ്ണൻ ഇപ്പോൾ നടക്കാൻ കഴിയും എന്നുള്ള സത്യം ശത്രുക്കൾ ഒന്നടങ്കം മനസ്സിലാക്കുന്നു. മാത്രമല്ല മഹിയെ കൊല്ലാൻ നോക്കിയ പ്രതാപനെ ജയിലിലടയ്ക്കാനായിട്ടും കണ്ണൻ തീരുമാനിക്കുന്നുണ്ട്. അതോടുകൂടി തന്നെ കരുണ എന്തിനായിരുന്നു കണ്ണനെയും മഹാലക്ഷ്മിയെയും ഭയപ്പെടുന്നത് എന്നുള്ള ദുർഗയുടെയും ഉണ്ണിയുടെയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും കിട്ടുന്നുണ്ട്. അങ്ങനെ മഹിയെ വകവരുത്തി കരുണയുടെ ജീവിതം സേഫാക്കാൻ നോക്കി പ്രതാപനും കരുണയ്ക്കും എല്ലാവർക്കും അടുത്ത വമ്പൻ തിരിച്ചടി തന്നെയാണ് കണ്ണൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്